ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ നല്ലൊരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. അതായത് വളരെ പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതിവിടെ എൻഡ് ആകുന്നു എന്നുള്ളതാണ്. ഒരു പുതിയ തുടക്കം തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പുതിയ തുടക്കമാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ ഉള്ളവർക്ക് ആ ഒരു സിറ്റുവേഷൻ മാറുന്ന സാഹചര്യമാണ്. ഇതിൽ നിങ്ങളുടെ പാസ്റ്റിൽ റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു വ്യക്തി അവർ വീണ്ടും നിങ്ങളിലേക്ക് വരാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്നും ഒരു പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ടാകുമെന്നുള്ളതാണ്. ചിലപ്പോൾ അവർ നിങ്ങളെ കോൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന എന്തോ ഒരു കാര്യം നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ ഇവിടെ എൻഡ് ആകുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ലഭിക്കുന്ന എന്തോ ഒരു കാര്യം ഇവിടെ നടക്കാൻ പോകുന്നു എന്നാണ് നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുന്ന ഒരു മെസ്സേജ്. പിന്നെ ഇവിടെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ക്യൂൺ ഓഫ് സോൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ തന്ത്രപൂർവ്വം കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. അതായത് നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ ഈ സമയം നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാൻ വന്നെങ്കിൽ പോലും അത് നിങ്ങൾ വളരെ ലാഘവത്തോടു കൂടി കാണാൻ ശ്രമിക്കുക. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ എന്താണ് മറ്റുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് അവരെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ സമയം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ചിന്തകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ ഈ ഒരു കാര്യമാണ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആവശ്യമില്ലാത്ത ഒരു അറ്റാച്ച്മെന്റ് കാണിക്കാതിരിക്കുക. പ്രത്യേകിച്ചും നമ്മുടെ രഹസ്യങ്ങളൊന്നും തന്നെ മറ്റാരോടും ഷെയർ ചെയ്യാതിരിക്കാനൊന്ന് ശ്രമിക്കുക. നിങ്ങളിവിടെ ഇമോഷൻസിനെയൊക്കെ ഒന്ന് ബ്ലോക്ക് ചെയ്ത് വെക്കണം എന്നുള്ളതാണ്. ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കാതെ നിങ്ങൾ ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ തീരുമാനമെടുക്കണം എന്നുള്ളതാണ് ഈ ഒരു സമയം നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ്. അപ്പോൾ ഈ സമയം നിങ്ങൾ എല്ലാവരോടും നന്നായിട്ട് പെരുമാറാൻ ശ്രമിക്കുക. ഈവൻ നമ്മളെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാരോട് പോലും നമ്മൾ അവരെ ഒന്ന് നന്നായിട്ട് ട്രീറ്റ് ചെയ്യുക. അതായത് അവരോട് ഒരു തരത്തിലുള്ള വൈരാഗ്യമോ ഒന്നും തന്നെ നിങ്ങൾ വെച്ച് പുലർത്താൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ വളരെ തന്ത്രപൂർവ്വം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ അത്രയും സ്ട്രോങ് ആണെന്ന് മറ്റുള്ളവർക്ക് ഈ സമയം മനസ്സിലാകും. നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് നിങ്ങളോട് ഒന്നും തന്നെ പറയാൻ തോന്നൂല. അപ്പോൾ അതായത് നിങ്ങൾ അത്രയും സ്ട്രോങ് ആണെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുത്ത്
വളരെ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ ഇമോഷൻസ് മാറ്റി വെച്ചുകൊണ്ട് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്നൊരു മെസ്സേജ്. പിന്നെ ഇവിടെ 5 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം നിങ്ങളിൽ ചില ആളുകൾക്ക് ഒരു ചീറ്റിംഗ് ഒക്കെ കിട്ടാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ എന്തോ ഒരു കാര്യം അത് മറ്റുള്ളവർ അത് എന്താണ് നിങ്ങളിൽ നിന്ന് എന്തോ ഒരു കാര്യം നഷ്ടപ്പെട്ടു പോകുന്നു, അത് മറ്റുള്ളവർ കൈക്കലാക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പം നിങ്ങളുടെ എന്ത് കാര്യങ്ങളാണെങ്കിൽ പോലും അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും വിലപിടിപ്പുള്ള കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സൂക്ഷിച്ച് വെക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ അവിടെ നിങ്ങൾ തീർച്ചയായിട്ടും കൂടുതൽ ശ്രദ്ധ കാണിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല ഇത് നിങ്ങൾ എന്തോ ഒരു കാര്യം തീർച്ചയായിട്ടും ഇവിടെ തിരിച്ചറിയുന്നുണ്ട്. അതായത് നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്റ്റ് ആകുന്നതല്ല എന്ന് നിങ്ങളിവിടെ എന്തോ ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. ഇതിൽ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ നിങ്ങൾക്ക് ശരിയായ ആൾക്കാരാണോ എന്ന് നിങ്ങൾ ഒന്ന് റീതിങ്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് മാറിപ്പോകാൻ ശ്രമിക്കുക. അതായത് നമുക്ക് ആവശ്യമുള്ളവരെ മാത്രം നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുക. നമുക്ക് നെഗറ്റിവിറ്റി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ബ്ലോക്കേജസ് ഉണ്ടാക്കുന്ന ആൾക്കാരെ നമ്മൾ മാറ്റിവിടുന്നതായിരിക്കും നല്ലത്. നമ്മൾ അവരുമായിട്ടുള്ള ഒരു കണക്ഷൻ ഒന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും എപ്പോഴൊക്കെയോ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിരുന്ന ഒന്നിലധികം കാര്യങ്ങൾ ഈ സമയം നിങ്ങൾ വീണ്ടും ആക്റ്റീവാക്കി എടുക്കുന്നു എന്നാണ്. നിങ്ങൾ ബുദ്ധിപരമായ നീക്കം നടത്തുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ എടുത്തു ചാടി ഒരു തീരുമാനങ്ങളും എടുക്കാതെ എന്നാൽ നിങ്ങൾ വളരെ സ്പീഡിൽ ചില കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. കുറേ ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യാനുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ആ ചലഞ്ചസ് ഒക്കെ ഏറ്റെടുക്കാൻ നിങ്ങൾക്കൊരു റിസ്ക് എടുക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നൊരു എനർജിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ചേഞ്ച് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത എന്തെങ്കിലും കാര്യം അത് നിങ്ങൾ വീണ്ടും തുടങ്ങി വെക്കുന്നതുമാകാം. അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ ചെയ്ത എന്തോ ഒരു കാര്യത്തിൻ്റെ ആ ഒരു പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതുമാകാം. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയും ഇതിലുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നിലധികം ഓപ്ഷൻസ് ഉണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ അതൊക്കെ ഒന്ന് റിവ്യൂ ചെയ്യാനാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ തീരുമാനമെടുക്കേണ്ട കാര്യങ്ങൾ അത് ഒന്നുകൂടി ഒന്ന് ആലോചിക്കുന്നത് ഈ ഒരു സമയം നല്ലതായിരിക്കും എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിരുന്ന കുറേ കാര്യങ്ങൾ അത് സ്പീഡിൽ നിങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നൊരു എനർജി ഉണ്ട്. ചിലപ്പോൾ അത് നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കാൻ പോയതായിരിക്കാം, അത് നിങ്ങൾ നിർത്തിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വേറെന്തെങ്കിലും പഠിക്കാൻ പോയിട്ട് നിർത്തിയിരുന്നതാകാം. അപ്പോൾ അങ്ങനെ എന്തോ ഒരു കാര്യം നിങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു ചേഞ്ച് വരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ സ്റ്റക്കായിട്ടുള്ള സിറ്റുവേഷൻസ് മാറിത്തുടങ്ങുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങൾ എടുത്തു ചാടി ഒരു തീരുമാനങ്ങളും എടുക്കരുത്. നിങ്ങൾ വളരെ സാവകാശം തീരുമാനങ്ങൾ ആലോചിച്ചെടുക്കുക. കാരണം ഇതിൽ ചില ആളുകൾ പെട്ടെന്ന് തീരുമാനമെടുക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. കാരണം ഈ ഒരു നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് ചെയ്ത് തീർക്കണം എന്നുള്ളൊരു മൈൻഡാണ്. അപ്പോൾ മുന്നും പിന്നും നോക്കാതെ എന്ത് കാര്യങ്ങളും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇവിടെ നൽകുന്ന ഒരു മെസ്സേജ്. അതുപോലെ തന്നെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് നൈറ്റ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ എനർജി ഒരു പ്രണയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്നേഹത്തിൻ്റെയൊക്കെ ഒരു എനർജിയാണ്. നിങ്ങൾക്കൊരു ഓഫർ വരുന്നുണ്ട്, അങ്ങനെ തന്നെയാണ് കാണുന്നത്. കുറേ ആൾക്കാർക്കും ഇതൊരു റിലേഷൻഷിപ്പിലൊക്കെ ഒരു ഓഫറുമായിട്ട് ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. കാരണം ഇവിടെ നമുക്ക് ലവേഴ്സ് കാർഡും വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഇത് നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്നതോ
നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതോ ഒക്കെയായ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതുമാകാം. ഇത് നിങ്ങളൊരിക്കലും ഇത് നടക്കുമെന്ന് കരുതി കാണൂല. എന്തെന്നാൽ ഇത്രയും പെട്ടെന്ന് അത് നടക്കുമെന്ന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആള് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു, അങ്ങനെയൊന്നും നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ എന്തോ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളെ ഇഷ്ടപ്പെടാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനും ഒക്കെ ആളുകൾ വരുന്നൊരു എനർജിയാണ്. നിങ്ങളുടെ പ്രായം കണക്കാക്കാതെ നിങ്ങൾ വളരെയധികം ചുറുചുറുക്കോടെ, ഇപ്പോൾ എത്ര പ്രായമായവരാണെങ്കിൽ പോലും ഒരു യൗവനത്തിൻ്റെ എനർജിയിൽ ഈ സമയം നിങ്ങൾ നിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇവിടെ നമുക്ക് നൈറ്റ് ഓഫ് സോഡ്സും നൈറ്റ് ഓഫ് കപ്പും ഒക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു യൗവനത്തിൻ്റെ എനർജിയാണ്. അപ്പോൾ ആ ഒരു ലവ് എനർജി നിങ്ങളിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് അത്തരത്തിൽ പല തോന്നലുകളും വരുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പെട്ടെന്നൊരാളുമായിട്ട് ഒരു ലവ് അഫെയർ ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. നിങ്ങളിലേക്ക് ആരുടെയോ ഒരു ഓഫർ എത്തുന്നുണ്ട്. അപ്പോൾ പുതിയ പ്രതീക്ഷകളുമായിട്ട് ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപക്ഷെ വരുന്നതുമായിരിക്കാം. അതിൽ നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നു എന്നാണ്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കാം എന്നുള്ളതാണ്. പിന്നെ ഇവിടെ എംപ്രസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കഴിവുകളിലും നിങ്ങളുടെ വ്യക്തിത്വത്തിലും തീർച്ചയായിട്ടും വിശ്വസിക്കുക എന്നുള്ളതാണ്. നമുക്ക് ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കുമുള്ള എക്സ്പീരിയൻസ് അല്ല നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്ക് ഒരുപാട് ക്രിയേറ്റീവ് എനർജി ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെയും അത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു അബൻഡൻ്റ് ആയിട്ടുള്ളൊരു എനർജിയാണ്. അതായത് ധാരാളം പൈസ നിങ്ങളിലേക്ക് വരാനുള്ളൊരു സാധ്യതയാണ് ഇതിൽ കാണുന്നത്. നല്ല ജീവിത സാഹചര്യത്തിലൊക്കെ ജീവിക്കാനുള്ള സാഹചര്യമുള്ള ആൾക്കാരാണ് നിങ്ങൾ. പക്ഷേ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ ഇവിടെ എടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ ഇവിടെ ആക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നത്. ചിലപ്പോൾ അത് നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിക്കുന്നുണ്ടാവാം. അതല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കതിന് സാധിക്കുകയുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവാം. അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് മാറ്റിക്കളയണം എന്നുള്ളതാണ്. അതിനുള്ള സാഹചര്യം അത് തീർച്ചയായിട്ടും അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കുറേ ആൾക്കാർക്ക് ഇവിടെ പുതിയ പുതിയ ഐഡിയാസ് വരുന്നുണ്ട്. പുതിയ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു സമയം കൂടിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കേണ്ട ഒരു ഉത്തരവാദിത്തം അത് നമുക്ക് മാത്രമാണ് എന്ന് ചിന്തിച്ച് നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നിങ്ങളോട് പറയുന്നത്. പിന്നെ ഇവിടെ ഏസ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇമോഷണൽ എക്സ്പീരിയൻസ്, ഒരു പ്രണയത്തിൻ്റെയൊക്കെ ഓഫർ അങ്ങനെയൊക്കെ നിങ്ങളിലേക്ക് വരാനുള്ളൊരു സമയമാണ്. അതിന് കൂടുതൽ തെളിവുകൾ തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ചില വ്യക്തികളോട് നിങ്ങൾക്ക് വല്ലാത്ത ഒരു അടുപ്പമൊക്കെ തോന്നാം. മാത്രമല്ല ഇതിൽ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പൊക്കെ തോന്നാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. ഇതിലൊരു സ്പിരിച്വൽ ഇൻസൈറ്റ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി മുൻകൂട്ടി മനസ്സിലാക്കാൻ ഇവിടെ സാധിക്കുമെന്നുള്ളതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പണ്ട് വിചാരിച്ച കാര്യങ്ങൾ ഇപ്പോൾ അത് കറക്റ്റ് ആണല്ലോ സംഭവിച്ചത് എന്നൊക്കെ ഒരു തോന്നൽ തീർച്ചയായിട്ടും വന്നേക്കാം. അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയും കാണുന്നുണ്ട്. ചിലപ്പോൾ ഒരു പ്രണയ അഭ്യർത്ഥന നിങ്ങൾക്ക് കിട്ടാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളിവിടെ ഒരു വീട് അത് നിങ്ങൾക്ക് സ്വന്തമാകുന്ന ഒരു എനർജിയും ഉണ്ട്. അതായത് നിങ്ങളുടെ ഒരുപാട് കാലത്തെ ഒരു സ്വപ്നം അതിവിടെ സാക്ഷാത്കരിക്കുന്ന ഒരു സമയമാണ് എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങളൊരു പുതിയ വീട്ടിലേക്കൊക്കെ താമസം മാറുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിങ്ങൾക്കൊരു ലവ് ഓഫർ വരാനുള്ള സാധ്യത ഏറെക്കുറെ, അതായത് ഇവിടെ നമുക്ക് ലവേഴ്സ് കാർഡ് ഉണ്ട്, നൈറ്റ് ഓഫ് കപ്പ് വന്നിട്ടുണ്ട്, അതുപോലെ ഏസ് ഓഫ് കപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ലവ് ഓഫർ ഈ സമയം വരുന്ന ഒരു സാധ്യതയാണ്. പിന്നെ ഇവിടെ വോയിസ് കൗൺസിലറാണ്. അപ്പോൾ
ഈ ഒരു സമയം നിങ്ങളൊരു ഗൈഡൻസ് ഒക്കെ എടുക്കുന്ന ഒരു എനർജി ഉണ്ട്. നിങ്ങൾ ഇവിടെ ആരിൽ നിന്നോ നിങ്ങൾക്ക് ഒരുപാട് സമാധാനം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളിവിടെ ആരിൽ നിന്നോ ഒരു ഗൈഡൻസ് എടുക്കുന്നുണ്ട്. അത് ആരുമാകാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ മാറുന്നതിന് വേണ്ടിയിട്ട് ഒരു ആശ്വാസം പകരാൻ ആരെയോ നിങ്ങളിവിടെ സമീപിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളൊരു ടാരോയോ അല്ലെങ്കിൽ അസ്ട്രോളജിയോ അങ്ങനെയുള്ളൊരു കാര്യത്തിൽ നിന്നും ഒരു ഗൈഡൻസ് എടുക്കുന്നതുമാകാം. അതല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ ഗൈഡൻസ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണ്. അതല്ല എന്നുണ്ടെങ്കിൽ പഠിക്കണം എന്നൊക്കെ ഒരു തോന്നൽ ഈ ഒരു സമയം വന്നേക്കാം. അതായത് നിങ്ങൾക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാനും അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെയുള്ളൊരു ആകാംക്ഷ അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് വിഷമിച്ച്, കാരണം ഇവിടെ 5 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു എനർജി ഉണ്ട്. ഇതിൽ നിങ്ങളൊരു നഷ്ടബോധത്തിൻ്റെയൊക്കെ ഒരു എനർജിയാണ്. അതായത് നിങ്ങൾ ഒറ്റയ്ക്കായി, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ആരുമില്ല, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, പ്രിയപ്പെട്ട പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ പല വ്യക്തികളും അകന്നു പോയി എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ഒരു എനർജിയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്നും കുറേ പൈസ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം. അപ്പോൾ അത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരു എനർജിയാണിത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളിവിടെ എഫേർട്ട് എടുത്ത് നിങ്ങളുടെ ആ ഒരു ഇമോഷൻസൊക്കെ ഒന്ന് മാറ്റി മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിൽ പൈസയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ അതിൽ തന്നെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നു എന്നുള്ളതാണ്. പൈസയെക്കുറിച്ചുള്ള ചിന്തകൾ ചിലപ്പോൾ ഈ അടുത്ത ദിവസം നിങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് പൈസയ്ക്ക് നിങ്ങൾ തേടുന്നതാവാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്ത പൈസ അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കാതിരിക്കുന്നതുമാകാം. ഇതിൽ കുറച്ചാൾക്കാർ കുറച്ച് നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ മുന്നോട്ട് എങ്ങനെയെന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഒരു എനർജിയുമുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കാമായിട്ടിരുന്ന് നിങ്ങളുടെ സോളുമായിട്ടൊന്ന് കണക്റ്റ് ചെയ്യുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ആദ്യം നന്നായിട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ നിങ്ങൾ മുറുകെ പിടിക്കുക. അവിടുന്ന് ഒരു ഉത്തരം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സ് അത് നമ്മളിലേക്ക് കൂടുതലായിട്ട് വരുന്നത് നമ്മൾ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കുറയ്ക്കുമ്പോഴാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ ഓൾറെഡി നല്ലൊരു ഗൈഡൻസ് ഉണ്ട്, നല്ലൊരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും എപ്പോഴും നിങ്ങൾ ഓർക്കുക. പിന്നെ ഇവിടെ 10 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു എനർജിയാണ്. അതായത് ഇതിൽ ഈ ഒരു സമയം നിങ്ങൾ ഫിനാൻഷ്യലി സെക്യൂർഡ് ആകുന്ന ഒരു തോന്നലൊക്കെ വരും. നിങ്ങൾ അങ്ങനെയാണെന്നൊരു തോന്നലൊക്കെ വരും. അതായത് അങ്ങനെ തോന്നൽ വരാനുള്ള സാഹചര്യങ്ങൾ ഈ സമയം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇത് നിങ്ങളൊരു പുതിയ പ്രോജക്റ്റിനെ പറ്റിയൊക്കെ ആലോചിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ നിന്ന് നിങ്ങൾക്കൊരു ലാഭം കിട്ടുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഫിനാൻഷ്യലി ഈ സമയം നിങ്ങൾ സെക്യൂർഡ് ആയിരിക്കുന്ന ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങൾ റിട്ടയർമെൻ്റ് ഒക്കെ ആ ഒരു ലൈഫൊക്കെ ശരിക്കും എൻജോയ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് കുറേ നാൾ കഷ്ടപ്പെട്ടു, ഇനിയൊന്ന് പീസ്ഫുള്ളായിട്ട് ഇരിക്കാം, അല്ലെങ്കിൽ യാത്രകളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന അറിവുകൾ അത് മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കേണ്ടതാണ് എന്നൊരു മെസ്സേജ് കൂടി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾ കുടുംബത്തിനൊക്കെ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സമയം കൂടിയാണിത്. നിങ്ങളുടെ കുട്ടികളുടെ കൂടെയുള്ള ആ ഒരു സന്തോഷകരമായ നിമിഷങ്ങൾ അത് നിങ്ങൾക്ക് ഈ ഒരു സമയം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ കുട്ടികളെയും നിങ്ങളുടെ കൂടെയുള്ള മറ്റംഗങ്ങളെയും ഒക്കെ കൂടുതൽ കെയർ ചെയ്യുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പോയിന്റാണ് കുറവുണ്ടായിരുന്നതെങ്കിൽ അത് ഫില്ല് ചെയ്യാൻ ഒരാൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഫില്ല് ചെയ്യുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലല്ല ഒരു പോയിന്റ് കുറവുണ്ടായിരുന്നത് എങ്കിൽ, മറിച്ച് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ കാര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ
ആ കാര്യങ്ങൾക്കെല്ലാം ഇവിടെ പരിഹാരം വരുന്നുണ്ട്. നിങ്ങളിപ്പോൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയോടൊപ്പം ഒക്കെ വളരെയധികം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒക്കെ എൻജോയ് ചെയ്തിരിക്കുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഇരിക്കാൻ ഈ ഒരു സമയം സാധിക്കുമെന്നുള്ളതാണ്. അതിനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത് എത്ര വിഷമമുള്ള സാഹചര്യമാണെങ്കിലും അതിനൊക്കെ ഇവിടെ നല്ല മാറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളോട് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങൾ നൽകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കാതെ നിങ്ങളൊന്ന് കൂളായിട്ടിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ സമാധാനത്തോടു കൂടി ഇരിക്കുക. നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റി നിങ്ങൾ ഇവിടെ ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളൊരു മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നത്. പിന്നെ ഇവിടെ 7 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ എത്ര തടസ്സങ്ങൾ വന്നാലും അതിനെയൊക്കെ ഓവർകം ചെയ്തു പോകാൻ എനിക്ക് സാധിക്കുമെന്നുള്ളൊരു ഒരു തോന്നലൊക്കെ നിങ്ങൾക്ക് വരും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിന് സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ മുന്നിൽ എത്ര വലിയ തടസ്സങ്ങൾ വന്നാലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത എന്ത് സിറ്റുവേഷൻ വന്നാലും അതിനെയൊക്കെ നിങ്ങൾ മറികടന്നു പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ 7 ഓഫ് വാൻസും അതുപോലെ തന്നെ ഇവിടെ 5 ഓഫ് വാൻസും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളോട് മത്സരിക്കാൻ കുറച്ചധികം ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്തെന്നാൽ മറ്റൊരാൾ നമ്മളോട് മത്സരിക്കാൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് പവർ കൂടുതലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മളെക്കാളും മുകളിലാകാൻ വേണ്ടിയിട്ടാണ് പലരും നമ്മളോട് മത്സരിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി. അവിടെ നമ്മുടെ പവർ എത്രമാത്രമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ മുന്നിൽ വരുന്ന തടസ്സങ്ങളെ നിങ്ങൾ പൊട്ടിച്ചു മാറ്റുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷേ അവിടെ നിങ്ങൾ തോറ്റു പിന്മാറാതെ അവിടെ നിങ്ങൾ പൊരുതി മുന്നേറുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഒരേ സമയം നിങ്ങൾ പല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു എനർജിയാണ്. നിങ്ങളതെല്ലാം വളരെയധികം സക്സസ്ഫുൾ ആയിട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ അത് മാക്സിമം നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ ശ്രമിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്യാൻ പോകുന്നൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നൊരു എനർജിയാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ കുറേ ആളുകൾക്കും ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ അതിൻ്റെ എല്ലാ വശങ്ങളും നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മറ്റുള്ളവരോട് ചോദിച്ച് നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും അത് ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രം ചെയ്യുക. ഇതിൽ നിങ്ങൾ വളരെയധികം സന്തോഷത്തോടു കൂടി പുതിയ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുന്ന ഒരു സമയമാണ്. ഇപ്പോൾ നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കണമെന്ന് ആഗ്രഹിച്ച വ്യക്തികൾക്ക് അങ്ങനെ ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. നിങ്ങൾക്കിവിടെ കുറച്ചുകൂടി ഹാർഡ് വർക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്തൊക്കെ ചെയ്യാത്ത ആൾക്കാർ ഈ ഒരു സമയം നിങ്ങൾ കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ പൂർത്തിയാക്കാതെ വെച്ചിട്ടുള്ളത്, അത് പലതരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. നിങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അത് പകുതി വഴിക്ക് നിർത്തിയിട്ടുണ്ടാവാം. അങ്ങനെയുള്ള ആൾക്കാർ അത് നമ്മൾ പൂർത്തീകരിക്കാത്ത കർമ്മങ്ങൾ ഈ ഒരു സമയം പൂർത്തീകരിക്കണം എന്നാണ് നിങ്ങളോട് ഡിവൈൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഒക്കെ ഇരുന്ന് നിങ്ങൾക്ക് ചെയ്യേണ്ട ജോലികളൊക്കെ നിങ്ങൾ ചെയ്തു തീർക്കുന്ന ഒരു എനർജിയാണ്. അങ്ങനെ നിങ്ങൾക്ക് ചെയ്തു തീർക്കുവാൻ
സാധിക്കുമെന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. പിന്നെ ഇവിടെ 2 ഓഫ് സോൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ചോയ്സ് ഉണ്ടാവാം. നിങ്ങൾക്കത് കാണാൻ പറ്റാതെ ചിലപ്പോൾ നിങ്ങൾ ഇരിക്കുന്നുണ്ടാവാം. ഇവിടെ നിങ്ങൾ അത്തരത്തിൽ നിങ്ങൾക്ക് ശരിയായ തീരുമാനമെടുക്കാൻ പറ്റാതെ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലുള്ള വഴികളൊന്നും കാണാൻ പറ്റുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കാതെ ഇവിടെ വിഷമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കൊന്നിനും ക്ലാരിറ്റി കിട്ടുന്നില്ല എന്നുള്ളതാണ്. അങ്ങനത്തെ അവസ്ഥയിലിരിക്കുന്ന ചില ആളുകളുടെ ഒരു എനർജിയാണ് ഇത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം അതിനെല്ലാം തീർച്ചയായിട്ടും ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്ത് തന്നെ ലഭിക്കും എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ഒരു ഉത്തരം തേടിയിരിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് കാര്യത്തിനാണോ ഒരു ക്ലാരിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്നത്, അതിന് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും എന്ന് തന്നെയാണ്. അതും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു ഉത്തരം അത് നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ഡ്രീമറാണ്. അപ്പോൾ ഇതൊരു ഫുൾ കാർഡിൻ്റെ എനർജിയാണ്. ഫുൾ എനർജിയാണ്. പുതിയ തുടക്കമാണ്. നിങ്ങളിതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അതൊരു യാത്രയാകാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത എന്തോ ഒരു കാര്യം അത് നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും പുതിയ തുടക്കമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ പേടിയൊക്കെ മാറ്റിവെച്ച് നിങ്ങളുടെ ആ ഒരു വിശ്വാസത്തിൽ നിങ്ങൾ വളരെ കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങളോട് പറയുന്നത്. അതായത് നിങ്ങൾക്ക് വളരെ കൂളായിട്ട് എല്ലാം എനിക്ക് നേരിടാൻ സാധിക്കും എന്നൊരു കോൺഫിഡൻസോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ആവണം നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്നൊരു മെസ്സേജാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.